ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇഫ്താറൊക്കെ വരെയുള്ള സിമ്പിളായിട്ടൊരു സ്നാക്സ് ഉണ്ടാക്കിയാൽ കുറച്ച് ബ്രെഡ് ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ കുതിർത്തിട്ട് ഇങ്ങനെ ഉരുളകളാക്കി വെക്കാം. പിന്നെ നമ്മൾ പൊട്ടറ്റോ ഉപ്പ് ഇട്ടിട്ട് മാഷ് ചെയ്തെടുത്തിട്ട് കുറച്ച് പച്ചമുളക്, കുറച്ച് ചെറുതായിട്ട് സവാള, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, ഏത് മസാല ഇടാം. പക്ഷേ ഞാൻ എൻ്റെ ഒരു ഐഡിയയിലാണ് ഇട്ടത്. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് ബ്രെഡും കൂടി ഇട്ട് നല്ലത് മാഷ് ചെയ്തിട്ട് ഇങ്ങനെ ഉരുളകളാക്കണം. പിന്നെ ബ്രെഡ് ക്രംസിനകത്ത് കോട്ട് ചെയ്തെടുക്കണം. ഇത് ഏത് ഷേപ്പ് ആക്കാം. എനിക്കിപ്പോൾ എളുപ്പത്തിന് ഞാനാക്കിയത്. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്കൊരു ഗാർലിക് സോസ് ഉണ്ടാക്കണം. സൂപ്പറായിട്ട് മസ്റ്റാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഒരു പാനിനകത്ത് ചൂടാക്കുന്നതിന് മുമ്പ് മൈദയോ കോൺഫ്ലവറോ, ഞാൻ കോൺഫ്ലവറാണ് ഇട്ടേക്കുന്നത്. എന്നിട്ട് തീ കത്തിച്ചിട്ട് കട്ടയില്ലാതെ ഇതുപോലെ ആക്കിയെടുത്തിട്ട് നമ്മൾ ചൂടാറിട്ട് മിക്സിയുടെ ജാറിൽ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് പാല്, നാരങ്ങയുടെ നീര്, കുറച്ച് ഉപ്പ്, സൺഫ്ലവർ ഓയിൽ, ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ അടിച്ചെടുത്തിട്ട് എന്നിട്ട് വേണം നമുക്ക് കാശ്മീരി മുളക് പൊടിയും പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഇടാം. എന്നിട്ട് നല്ല രീതിയിൽ അടിച്ചെടുത്തിട്ട് ഇത് നമുക്ക് 2 ആഴ്ച ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഇഫ്താറൊക്കെ വരെയില്ല, നമുക്ക് ഏതിൻ്റെ കൂടെ സമൂസ ഏതിനോടെയും കഴിക്കാം. ഇനി നമുക്ക് നല്ല തിളച്ച എണ്ണയിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. തിളച്ച എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് കോരിയെടുക്കുമ്പോൾ എണ്ണ ഒരുപാട് കുടിക്കത്തില്ല. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അടിപൊളിയാണ്, എല്ലാവരും ചെയ്ത് നോക്കണം. സൂപ്പറാണ്. സ്രാക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അടിപൊളി. ക്രിസ്പി ഈ ഗാർലിക് പേസ്റ്റിൻ്റെ കൂടെ ഉപയോഗിക്കാൻ അടിപൊളി കേട്ടോ. സൂപ്പർ, മസ്റ്റ് ട്രൈ.